കഥാപാത്രം കിട്ടിയായിരുന്നെങ്കിൽ ഇച്ചിരി അല്ല, പെട്ടെന്ന് അങ്ങ് പോയി. ഞാൻ വേറെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എന്നോടത്ത് പറഞ്ഞു നീ ഒന്നിച്ചു. നല്ല പടമാണ്, അടിപൊളി പടമാണ്. നല്ല എൻ്റർടൈനറാണ്. തുടക്കം മുതൽ അവസാനം വരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ഫണ്ണും വർക്ക് ആയിട്ടുണ്ട്. അതുപോലെ നല്ല ഇമോഷൻസ് വർക്ക് ആയിട്ട് ഒരു ഫാമിലി ഡ്രാമ. നല്ല രസമുണ്ട്. എല്ലാവരും നല്ല സായികുമാർ, സൈജു ഗ്രൂപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല പടം. ഈ ഒരു പടത്തിലെ മെയിൻ അല്ലെങ്കിൽ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്കിഷ്ടപ്പെട്ടത് ആ ഫണ്ണ് തന്നെയാണ്. ഫണ്ണുണ്ട്, ഇമോഷൻ ഭാഗങ്ങളെല്ലാം വർക്കാണ്. ഒരു കറക്റ്റ് ഫാമിലി പടമായിട്ട് നല്ല പടമാണ്. ഏത് ടൈപ്പ് ഓഫ് ആളുകൾക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലേ, ഫാമിലിക്ക് ഇഷ്ടപ്പെടും, എന്നെപ്പോലുള്ള യുവതലമുറയ്ക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്? അയ്യോ, ഞാൻ ചെറുതായിട്ട്. അപ്പോൾ എങ്ങനെ സ്വന്തം ഫിഗർ സ്ക്രീനിൽ കണ്ടപ്പോൾ ഉള്ള ഒരു ഇത്? ഭയങ്കര സന്തോഷം തോന്നി. പെട്ടെന്ന് അങ്ങ് പോയി. കുറച്ചും കൂടെ നീളമുള്ള കഥാപാത്രം കിട്ടിയായിരുന്നെങ്കിൽ ഇച്ചിരി അല്ല, ഞാൻ വേറെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. സിനിമ കാണാനുള്ളവരോട് എന്താ പറയുക? എല്ലാവരും വന്ന് സിനിമ കാണണം. നല്ലൊരു സിനിമയാണ്. നിങ്ങളുടെ കുറച്ച് സമയം ഹാപ്പി ആയിട്ട് സിനിമ കണ്ടിട്ട് പോവാം. ഇമോഷൻസ് വർക്കാവും, എന്നാൽ ഹാപ്പി ആയിട്ട് കണ്ടുപോകാം. തിയേറ്ററിലെ പ്രേക്ഷകരുടെയൊക്കെ റെസ്പോൺസ് കണ്ടിട്ട് എന്താ തോന്നിയത്? പ്രേക്ഷകരുടെ റെസ്പോൺസ് ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുക. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇനി കൂടുതൽ ആൾക്കാർ കാണട്ടെ, ആൾക്കാർ പറയട്ടെ. അല്ലേ? ഹാപ്പിയാണ്. ഈശ്വര, പുള്ളിക്കാരി സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, സന്തോഷല്ലേ. നീ നേരത്തെ എന്നെ സ്ക്രീനിൽ കണ്ടിട്ടില്ല? പറ. അല്ല, മുന്നേ കണ്ടിട്ടുണ്ട്. അത് അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ ഹാപ്പിയാണ് സ്ക്രീനിൽ കാണുന്ന സമയത്ത്. പിന്നെ അതുമല്ല, എല്ലാവരും സുഹൃത്തുക്കളാണ്. തന്നെ അങ്ങനെ അറിയത്തൊന്നുമില്ല കേട്ടോ. ഞാൻ മറ്റേ നേഴ്സായിട്ടുള്ളതേ ഉള്ളൂ. താങ്ക് യു. ഭയങ്കര സുഹൃത്തുക്കൾ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ കാണുന്ന സമയത്ത് തന്നെ നല്ല പടമാണ്. എല്ലാവരും പോയി കാണണം, വിജയിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. നല്ല പടമാണ്. എൻ്റെ ആക്ച്വലി നമ്മുടെ ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളി പടം, എല്ലാവരും കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഷൂട്ട് ചെയ്തപ്പം വിചാരിച്ച പോലെ തന്നെ പടം തിയേറ്ററിൽ വന്നപ്പോൾ വർക്കായിട്ടുണ്ട്. കാണുന്നവരെല്ലാവരും എൻജോയ് ചെയ്യുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനായിരിക്കും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയല്ല, ഇതിപ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് നമ്മളൊരു ഫാമിലി മൂവി കാണാതിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പം. അപ്പം ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട്, സിനിമയെ അറിയാത്ത പ്രേക്ഷകരുണ്ട്, അപ്പോൾ അവരിലേക്ക് അവർ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും ഈ സിനിമയിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഫാമിലിയിൽ നടക്കുന്ന സബ്ജക്റ്റാണ്. എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടു പരിചയമുള്ള ആളുകളെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അപ്പോൾ നമുക്കൊരു 1-to-1 കണക്റ്റ് കിട്ടും സിനിമ കാണുമ്പോൾ. ഡെഫിനറ്റ്ലി നമ്മളിത് കാണുമ്പോൾ നമുക്ക് അറിയാം, ഇന്ന ആളെ അറിയാലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് തോന്നും. പിന്നെ അതിൽ ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്. അപ്പോൾ അതെല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവരും ഇനി കാണാനുള്ളവരോട് എന്താണ്? കാണാനുള്ളവരോട് കാണുക, കണ്ടാലല്ലേ പടം എത്രത്തോളം വർക്കായി എന്ന് മനസ്സിലാവുള്ളൂ. ഡെഫിനറ്റ്ലി കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ കണ്ട് എൻജോയ് ചെയ്യുക, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക.